ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരനായ അച്ഛന്റെ മകനാണ് ചന്തു. പോലീസുകാരനായ അച്ഛന്റെ ക്രിമിനൽ സ്വഭാവമുള്ള മകൻ അല്ല, ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരന്റെ അങ്ങനെ കഥ മാറിപ്പോട്ടോ. കരാട്ടെ പഠിക്കാന്നുള്ളതും അതുപോലെ ഇതിൽ ഫൈറ്റ് സീക്വൻസ് ചെയ്യാന്നുള്ളതും എനിക്ക് പുതിയതായിരുന്നു. മാർഷൽ ആർട്സ് വലിയ കാര്യമായിട്ട് പിടുത്തുണ്ടായിരുന്നില്ല. എന്നാ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ക കൊച്ചി ഭാഷ ആക്കി പറയും പുള്ളി. എന്താണ് പോണേടാന്നൊക്കെ ചോദിക്കുന്നോട്. ചോദിച്ചേണ്ടത് കുറേ പഠിക്കാനുണ്ട്. അവര് കാണിച്ചു തരും, നമ്മളവിടെ ചെയ്താൽ മതി. പാപ്പച്ച നേരെ തിരിച്ചാ, നമ്മൾ കാണിച്ചു കൊടുത്ത് എടാ വേറെ സാധനം വേണോടാ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് കാണിച്ചു കൊടുത്ത് അത് പോരടാ എന്ന് പറയുമ്പോൾ വീണ്ടും കാണിച്ചു കൊടുത്ത് അങ്ങനെ വേണം പുള്ളി. ദുൽഖറിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? ഇതിലെ തമാശ സീനുകളൊന്നും കേട്ടിട്ട് അങ്ങനെ കൊണ്ട് ചിരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കേട്ടപ്പോ പുള്ളി ഒരു ചിരി ചിരിച്ചു. ഞാൻ പോയി ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ടോയ്ക്കാർ ഓടിച്ച് പിള്ളേരെ കയറ്റി നടക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പൃഥ്വിരാജിനെ വെച്ച് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എഴുതാൻ നമുക്ക് തോന്നില്ലായിരിക്കും. ആ പ്രോസസ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അതില് പുതിയ പുതിയ റോളുകൾ വരുന്നു. അപ്പൊ ഈ സിനിമയിൽ ആദ്യമായിട്ട് നമ്മൾ നിർമ്മാതാവ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ നിർമ്മാതാവ് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ അയ്യോ ആ പാവം കൊച്ചി എന്നുള്ള ഒരു ഇമേജാണ്. മാറിക്കോളും, അത് ഈ പടം തന്നെ മാറും. ഇടിയൻ ചന്തുവിന്റെ വിശേഷങ്ങളുമായി ടീം മൊത്തം ഇപ്പൊ മീഡിയ വണ്ണൊപ്പം ഉണ്ട്. കിച്ചു ടെല്ലസ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ജയശ്രീ, സ്വാഗതം. അപ്പൊ ഇതിന്റെ ഒരു ടീസറിലൊക്കെ പറയുന്നത് +2കാരുടെ അടി കണ്ടിട്ടുണ്ടോ? ഇതിലും എഴുതിയിട്ടിട്ടുള്ളത് സ്റ്റുഡൻറ് വാർ എന്നൊക്കെയാണ്. നിങ്ങളുടെയൊക്കെ ശരിക്കും +2 സമയത്ത് ഈ സിനിമയിലുള്ള ടൈപ്പ് എന്തെങ്കിലും ഇടി അടി പൂരങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? എന്തായിരുന്നു നിങ്ങളുടെ ഒരു +2 കാലഘട്ടം റിയൽ ലൈഫിൽ? തുടങ്ങിക്കോളൂ, നായകനും പ്രൊഡ്യൂസറുമായി. കണ്ടിട്ടുണ്ടെന്നുള്ളൂ, പങ്കെടുത്തിട്ടില്ല. കണ്ടിട്ടുണ്ട്. മുകളിൽ നിന്നിട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ താഴത്തെ ഇടി കണ്ടിട്ടുണ്ട്. സേഫാണ്, സേഫായിട്ട്. അതല്ല, എനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മള് അയ്യോ ആ പാവം കൊച്ചി എന്നുള്ള ഒരു ഇമേജാണ്. മാറിക്കോളും, അത് ഈ പടമനോട് മാറും. എങ്ങനെയായിരുന്നു +2 കാലൊക്കെ? ഇടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? പങ്കെടുക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു? അതോ കാഴ്ചക്കാരനെ ഇടിയുണ്ടാക്കിയതേ നമ്മളാണ്. രസല്ലേ? എങ്ങനെയായിരുന്നു +2 ടൈം ഒക്കെ? ഈ പറഞ്ഞ പോലെ ഞാനൊരു പഠിപ്പല്ലെങ്കിൽ പഠിപ്പ്, ഡാൻസ് പരിപാടികൾ അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ ഇടി ഇതൊന്നും ഇപ്പോഴും അപ്പോഴും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ അയ്യോ പാവം എന്ന് പറഞ്ഞാൽ അവരെ നോക്കുമ്പോൾ അയ്യോ എന്തിനാ അവർ ഇടിക്കണം, അങ്ങനത്തെ ഒരു മൂഡാണ്. എനിക്ക് കണ്ടു നിൽക്കാനും പറ്റില്ല, ആ ഭാഗത്തേക്ക് ഞാൻ പോവാറുമില്ല. ഷൂട്ടിന് ഇതൊന്നും കണ്ടില്ലല്ലോ. അത് അവിടെ നമ്മൾ അഭിനയിക്കുകയാണല്ലോ, അതൊക്കെ ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട്, ഈ പടത്തിൽ തീർത്തിട്ടുണ്ട്. ഇപ്പം ഈ പടത്തിൽ ഇപ്പൊ പീറ്റർ ഹെയിന്റെ ഒരു സംഘടന ഉണ്ട്. ഇപ്പൊ സിനിമന്റെ പേര് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്തുള്ള ഒരു സ്റ്റണ്ടിലൂടെ കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പം അജഗജാന്തരത്തിൽ അങ്ങനെ ഒരുപാട് ആക്ഷൻ സീനുകളിലൂടെ പോകുന്നുണ്ട്. അങ്കമാലി ഡയറീസിലും അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഇതിനകത്തൊരു അദ്ദേഹത്തിന് ഇപ്പൊ കിച്ചു ടെല്ലസിന് ഇത് കുറച്ചുകൂടെ പരിചയമുള്ള ഒരു ഫീൽഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഇല്ലില്ല, മറ്റു വേഷങ്ങളും ഉണ്ട്. എന്നാലും വളരെ റിമാർക്കബിൾ ആയിട്ട് രസമായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് വേഷങ്ങളിൽ ഈ ഒരു ഫൈറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് അങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നോ? പിന്നെ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഒരു ആക്ഷൻ റിലേറ്റഡ് എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് പറയാൻ ഞാൻ ആദ്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്തത്, അതിനുവേണ്ടി കരാട്ടെ പഠിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ. ടീന എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യണേ +2കാരി. അവള് ഇതാണ് കരാട്ടെ ഗേളാണ്. പിന്നെ അച്ഛൻ കരാട്ടെ മാസ്റ്ററാണ്, ജോണി ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ ഇവളും നന്നായിട്ട് കരാട്ടെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ പഠിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ സീക്വൻസ് കുറച്ചുണ്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിന് പഠിച്ചു, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങൾക്ക് വേണ്ടി പഠിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പോയി അതിന് ട്രെയിനിങ് ഒക്കെ എടുത്തു. ചേട്ടൻ അതിന് വേണ്ടിയിട്ടല്ല, ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി വന്നിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അത് ചെയ്തു. അപ്പോൾ ആ കരാട്ടെ പഠിക്കുക എന്നുള്ളതും അതുപോലെ ഇതിൽ ഫൈറ്റ് സീക്വൻസ് ചെയ്യാന്നുള്ളതും എനിക്ക് പുതിയതായിരുന്നു. മാർഷൽ ആർട്സ് വലിയ കാര്യമായിട്ട് പിടുത്തുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോൾ പീറ്റർ ഹെയിൻ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിയപ്പോൾ നമ്മൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി നല്ല കൃത്യമായിട്ടെല്ലാം പറഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ എല്ലാ കറക്റ്റായിട്ട് ആക്ഷൻ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഈസി ആയിരുന്നു ചെയ്യാനായിട്ട്. കുറച്ചും കൂടി പുള്ളിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.
പീറ്റർ ഹെയിനൊപ്പം ഉള്ളൊരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ ഇപ്പോൾ പ്രൊഡക്ഷനും കൂടെ നോക്കിയിട്ടുണ്ടല്ലോ ഈ സിനിമയുടെ. അപ്പോൾ പീറ്റർ ഹെയിൻ എന്നുള്ളത് വിഷ്ണുവിൻ്റെയും കൂടെ ഒരു മൈൻഡിൽ വന്നതാണോ അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരാന്നുള്ളത് സിനിമയുടെ ഒരു സ്പേസിൽ? ഞങ്ങൾ അദ്ദേഹത്തോട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുകയും പുള്ളിയുടെ കുറേ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായി. പിന്നെ കാരണം ഇതിൽ ഈ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ ചെറുപ്പത്തിലേ തുടങ്ങി പുള്ളിയൊരു ജന്തുവായിരുന്നു. അതായത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരനായ അച്ഛൻ്റെ മകനാണ് ചന്തു. ഓക്കെ, പോലീസുകാരനായ അച്ഛൻ്റെ ക്രിമിനൽ സ്വഭാവമുള്ള മകൻ. അല്ല, ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരൻ്റെ. ഓക്കെ, അങ്ങനെ കഥ മാറിപ്പോട്ടോ. ഒന്നിപ്പുറത്തേക്ക് എടുത്ത് കഥ മാറി. അപ്പോൾ അയാളുടെ അയാളിൽ നിന്ന് നേരിട്ട പല ദുരനുഭവങ്ങളും കാണേണ്ടി വന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ട്രോമ ഉള്ളൊരു കുട്ടിയാണ് കുട്ടിക്കാലം തുടങ്ങി ചന്തു. അപ്പോൾ അങ്ങനൊരു ലൈൻ ഓഫ് സ്റ്റോറി ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഓരോ സ്കൂളിലും ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായി വരുന്നതുകൊണ്ട് സ്കൂളിൽ നിന്ന് TC കിട്ടി, സ്കൂൾ മാറാൻ മാത്രമേ നേരമുള്ളൂ. അങ്ങനെ തോറ്റ് ഇത് പാസ്സായി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അപ്പോഴേക്കും TC കിട്ടും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ +2 പഠിക്കാൻ അവസാന വർഷം 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ നിന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ ഇയറിൽ അമ്മ വീട്ടിൽ തറവാട്ടിലേക്ക് മാറ്റിയിട്ട് അവിടുത്തെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്, അവിടെ വെച്ചുണ്ടാവുന്ന ഒരു ഇൻസിഡൻറ്റുകളൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഈ കഥയുടെ ഒരു എലമെന്റ് പുള്ളിയോട് പറയുമ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര റിലേറ്റ് ആയി മാസ്റ്റർക്ക്. ഈ ഒരു ട്രോമ ക്യാരി ചെയ്യുന്ന ക്യാരക്ടറാന്ന് പറയുമ്പോൾ തന്നെ പുള്ളിയുടെ ചൈൽഡ്ഹുഡായിട്ട് പുള്ളിക്ക് ഭയങ്കര കണക്ഷൻ ആവുകയും പുള്ളി ഫൈറ്റ് മാസ്റ്റർ ആവുന്നതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അപ്പം അതും ഇടിയൻ ചന്തുവിൻ്റെ കഥയായിട്ട് പുള്ളിക്ക് ഭയങ്കര കണക്റ്റായി, റിലേറ്റ് ആയി. അപ്പോൾ പുള്ളി നമ്മളെക്കാളും പിന്നെ ഇൻവോൾവ് ആയിട്ടാണ് ഈ സിനിമയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഭാഗ്യമായി എന്ന് വേണം പറയാൻ. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ പുള്ളീനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റല്ല നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പുള്ളി നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ സഹകരിച്ച എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ഫിനാൻഷ്യലിയും ഒക്കെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ ചെയ്യാൻ സാധിച്ചത്. അതെ അതെ. എങ്ങനെയായിരുന്നു കിച്ചു ടെല്ലസിൻ്റെ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? പല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സ്റ്റോറി നരേഷൻസ് ഇപ്പോൾ ഈ 2 സിനിമയിലും ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇടിയൻ ചന്തുവിൽ എന്താണ് ഭയങ്കര പുതിയതായിട്ട് തോന്നിയത് ഈ കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ +2 പിള്ളേരൊരു അടി ഉണ്ടല്ലോ, അത് വേറെ സ്റ്റൈലാണ്. കുറച്ചുകൂടി വലിയ ആൾക്കാരാകുമ്പോൾ അത് വേറെ സ്റ്റൈലാവും. പിന്നെ പീറ്റർ ഹെയിൻ എന്നൊരു വൻമരം, ആളുടെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇടിക്കാൻ വേണ്ടി നിൽക്കില്ല ആൾക്കാർ. അല്ല, ഒരു ഹീറോ സംബന്ധിച്ചിട്ട് വിഷ്ണു ചെയ്തേക്കണത് കോമഡിയും കുറച്ച് നേരത്തെ പറഞ്ഞ തൊട്ട് ആർട്ട് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടിപ്പരിപാടികൾ കുറവായിരുന്നു. പക്ഷെങ്കിൽ അതിന് ഇടി അങ്ങനെ ഇല്ല അതിനകത്തല്ലേ. നാടൻ രീതിയിലൊക്കെ. പക്ഷെ ഇത് ഓപ്പോസിറ്റ് ഇത്രയും പേര് നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു നിങ്ങൾ രണ്ടുപേരും ഈ സിനിമയിൽ ബാലതാരങ്ങളായിട്ട് പലതിൽ വന്നിട്ടുണ്ട്. ഇപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒരു തുടക്കം തന്നെ വളരെ ആ ഒരു കരിയറിൽ നമ്മൾ എടുത്തു നോക്കുമ്പം ഈവൻ സ്റ്റാർട്ടിങ്ങിലുള്ള വേഷങ്ങളാണെങ്കിലും കുറച്ച് സീനുകളിൽ ഇപ്പം എൻ്റെ വീട് അപ്പൂൻ്റെയിലാണെങ്കിലും ഇപ്പോൾ മായാവിയിലെ ആ ഒരു ഡയലോഗ് പോലെ സിംഗിൾ ഡയലോഗ് ആണെങ്കിലും അത് നല്ലോണം ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ഭ്രമരത്തിൽ തൊട്ട് കുറച്ച് സീനിൽ വന്നിട്ട് പോലും നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുത്തിയ ഒരുപാട് വേഷം. ഇപ്പോൾ പളുങ്കിലൊക്കെ ഉള്ള മറ്റേ അത് നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങൾ വേറെ. അപ്പോൾ നിങ്ങൾ കുറേ വർഷം ഇങ്ങനെ നമ്മൾ സിനിമയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്നു. ഇപ്പോൾ വിഷ്ണുവാണെങ്കിൽ അതിൻ്റെ പല മേഖലകളിലൂടെ കടന്നിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ലുക്ക് ബാക്ക് ഒക്കെ ചെയ്യാനുള്ളൊരു സമയം ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മൾ അപ്പം തൊട്ട് തുടങ്ങിയതല്ലേന്ന്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? കഥ, തിരക്കഥ, സംവിധാനം എല്ലാം ചെയ്തു ഇനി സിനിമയിൽ. അപ്പം അന്ന് തുടങ്ങിയതാണല്ലോ എന്നൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും അങ്ങനെ ആലോചിച്ച് ഒരുപാട് പ്രായമല്ല. ഇപ്പോഴും ലൈവായിട്ട് പോകുന്നുണ്ടല്ലോ, രസമായിട്ട്. അത് തന്നെ വലിയ ഭാഗ്യം. നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പം അതിൽ പുതിയ പുതിയ റോളുകൾ വരുന്നു. ഇപ്പം ഈ സിനിമയിൽ ആദ്യമായിട്ട് നമ്മൾ നിർമ്മാതാവ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ നിർമ്മാതാവ്. ഇപ്പം അതിൻ്റെ ഇതുവരെ ഒരു സിനിമയുടെ കൂടെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യത്തിലും നിൽക്കുന്നതാണ് നമ്മളുടെ ഒരു രീതിയും. അങ്ങനെയാണ് ഇതുവരെ എല്ലാ സിനിമയ്ക്കും നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് ആകുമ്പോൾ വേറെയും ഒരുപാട് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി പഠിച്ചു. അതെ, അടുത്ത മേഖലയും കൂടി. അതെ, ഇതിൻ്റെ ബിസിനസ് വൈസ് ആയിട്ട് അങ്ങനെയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ബിസിനസ് ചെയ്യാൻ. അതല്ല
അല്ല ഇപ്പൊ ചോദിച്ചില്ലേ ലുക്ക് ബാക്ക് ചെയ്യാറുണ്ടോ പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും ഇങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പ്രായമായി എന്നുള്ളതൊരു സമയം ആലോചിക്കും. പക്ഷെ അത് മാറ്റി നിർത്തിയിട്ടും നമ്മൾ വിചാരിക്കാതെയാണ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് എത്തിയത്. ഈ അടുത്താണ് ഞാൻ സിനിമ ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഇഷ്ടം സിനിമ ഇഷ്ടം ഉണ്ടായിരുന്നു. അതൊരു ഫ്ലോയിൽ ഇങ്ങനെ പോവായിരുന്നു. ഇപ്പൊ നമ്മള് ഇപ്പൊ ആലോചിക്കുമ്പോൾ ലോഹിദാസ് സാറിന്റെ മൂവി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലെസ് സാറിന്റെ മൂവി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അന്ന് പോകുന്നു, ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. അത്ര ലാഘവത്തോടെയാണ് അന്ന് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ച് നേരത്തെ ഇന്റർവ്യൂവിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാലും പറഞ്ഞപ്പോൾ അന്ന് കിട്ടിയ ഒരു സമ്മാനം നമ്മൾ മത്സരത്തിൽ പോയി സ്കൂളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, ഡാൻസും ഇതൊക്കെ ചെയ്യാറില്ല. അവിടെ പോയിട്ട് കിട്ടുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മളത് ആ ഒരു സന്തോഷം എല്ലാവരും പറയുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, ടി വി ചാനൽ വരുന്നു സംസാരിക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് തിരിച്ച് നോക്കുമ്പോൾ അതിനൊക്കെ വലിയൊരു അതിൻ്റെ വാല്യൂ ഇപ്പോൾ കൂടുതലാണ്, അല്ലെങ്കിൽ നമുക്ക് ആ തരുന്ന സന്തോഷവും അതൊക്കെ കൂടുതലാണ്. ഇപ്പോഴാണ് അതിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതും. അല്ല അന്ന് അത് കിട്ടിയത് അങ്ങ് പോയി, ഇപ്പൊ ഒന്നും ഇല്ല. അറിഞ്ഞില്ല അന്ന് വെയിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ വേറെ കോമഡി. ഞാനന്ന് 5ാം ക്ലാസ് ആ സമയത്തൊക്കെയാണ്. അപ്പൊ ഞാൻ വെയിറ്റ് നമ്മൾ സാധാരണ സമ്മാനം സ്റ്റേജിൽ പോയി വാങ്ങിക്കണ പോലെ വാങ്ങിക്കാൻ പോയി. ഞാൻ കൈ വെച്ചു, കൈ ഇങ്ങനെ താഴേക്ക് പോയി. വീഡിയോയിൽ അന്നത്തെ വീഡിയോ കണ്ടാൽ അറിയാം, കൈ താഴേക്ക് പോയി. ഞാൻ അത്ര പ്രതീക്ഷിക്കുന്നില്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതിന്, എന്നെ കൊണ്ട് ഇതാവുണ്ടാവില്ല. അപ്പം അതിനെ ഒരു എന്താ പറയാ നമ്മൾ പറയില്ലേ ഒരു വാക്ക് കിട്ടുന്നില്ലല്ലോ, അതിനെ റിയാലിറ്റിയിൽ ചിന്തിക്കുമ്പോൾ ആ വെയിറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതിന്റെ സാധനം എന്നുള്ളതാണ്. വളർന്നു അതെ, താത്വികമായിട്ട് കിട്ടുന്നില്ല. പക്ഷെ ഇന്നിപ്പം ക്യാരക്ടേഴ്സ് അല്ല നമ്മൾ ജേർണി ആണല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ട് അതൊരു പ്രൊഫഷൻ ആയിട്ട് തന്നെ എടുക്കാൻ തുടങ്ങിയോ അതോ? തുടങ്ങി. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ CA നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷൻ അങ്ങനെയും ആലോചിക്കാം. സിനിമ കിട്ടിയില്ലേ നമ്മൾ പിടിച്ചു നിൽക്കണം, ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം എന്നുള്ള ഒരു ചിന്തയും അതുണ്ട്. അപ്പോൾ ഞാനത് സിനിമ നമുക്ക് അന്നൊക്കെ എനിക്ക് വന്നുകൊണ്ടിരുന്നിരുന്നു. ഇപ്പൊ കൊല്ലത്തിൽ ഒരു സിനിമ വരുന്നു, ചെയ്യുന്നു, പോകുന്നു, അത്ര വരുന്നത് ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല സിനിമകൾ കിട്ടിയെന്നുള്ളത് സന്തോഷവും ഭാഗ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് ഇനി സിനിമ തന്നെയാണ്, സിനിമ കണക്റ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ സിനിമ തരുന്ന സന്തോഷം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. സിനിമയുടെ പല മേഖലകളെക്കുറിച്ചും അല്ലെങ്കിൽ അത് എങ്ങനെ ക്രാഫ്റ്റ് ആവുന്നു എന്നുള്ളതിനൊക്കെ കുറിച്ച് കൂടുതൽ വേറെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഇനി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇപ്പോൾ ഇടിയൻ ചന്തുവിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ത്രൂ ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അതെങ്ങനെ ഇനി പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ളത് കാണുമ്പോൾ അതൊരു നെക്സ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ അതിന് നിങ്ങളിപ്പോൾ ഏത് സമയത്തായിരിക്കും സിനിമ തന്നെയായിരിക്കും പ്രൊഫഷൻ എന്നങ്ങ് തീരുമാനിച്ചത്? വളരെ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെയായിരുന്നു ഇനി സിനിമ ഇതാണ് ജീവിതത്തിന്റെ വഴി, അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ജീവിക്കാനുള്ളതും കണ്ടെത്തേണ്ടത്, ജീവിതം ആസ്വദിക്കേണ്ടതും? നിങ്ങൾ രണ്ടുപേരും എപ്പോഴായിരിക്കും ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക ടോട്ടലി? ഞാൻ സിനിമയിൽ വന്നേ പിന്നെയാണ് ഫിക്സ് ആക്കിയത്. അതിനൊക്കെ മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു, അഭിനയിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ തൊട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായിരുന്നു, എല്ലാവരുടെ കൂടെ ഇടപെട്ട് നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ക്രൗഡ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും. അപ്പോൾ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ പരിപാടി, അതല്ല. ഇപ്പം ഞാൻ സിനിമ അങ്ങനെ കാണുന്ന അതിൽ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കണു. അങ്കമാലി ഡയറീസിന്റെ ഒരു പോയിന്റ് അതൊക്കെ ചെയ്ത് അതിന്റെ ഒരു ഇറങ്ങിയൊക്കെ ശേഷമായിരിക്കും അങ്ങനെ? അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ്. വിഷ്ണുവിന് എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടാവും, എന്നാൽ ഇത് തന്നെയാണ് വഴിയെന്ന് തീരുമാനിച്ചത്? ആഗ്രഹം ഉള്ളപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ്. അതായത് സിനിമയിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല അപ്പോഴേ. പക്ഷെ എല്ലാരും പറയാം മിമിക്രി ചെയ്യും. അപ്പൊ മിമിക്രിയിൽ എനിക്ക് ഭയങ്കര അപ്രീസിയേഷനും എല്ലായിടത്തുനിന്നും അത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഓട്ടോഗ്രാഫിൽ 10ാം ക്ലാസ്സിലൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ എഴുതിയിരിക്കുക നീ എന്തായാലും നടനാവുമല്ലോ അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഫിക്സഡ് ആണ്, ഞാൻ എന്തായാലും വലുതാവുമ്പോൾ നടനാവുള്ള ആളാണ്. ഓക്കെ, വേറെ പഠിക്കൊന്നും പോയാൽ അതിനെ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നാലും നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സൈഡായിട്ട് വേറെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോഴും മെയിൻ പരിപാടി എന്താണ്, സിനിമയിൽ എന്തായാലും അഭിനയിക്കുമല്ലോ. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഇത് ജസ്റ്റ് ഒരു ഇതൊക്കെ ഉള്ളൂ, എന്തായാലും ഇനിയിപ്പോൾ ഞാൻ നടനാവാനുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ കൺഫേം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എനിക്കതൊക്കെ കഴിഞ്ഞ് നമ്മളെ പല പല ചെറിയ വേഷങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് ലാസ്റ്റ് നമ്മൾ എഴുതുകയും അതിനുശേഷം നമ്മൾ രണ്ടാമത് എഴുതിയ പടത്തിൽ നമ്മൾ ലീഡ് റോൾ ചെയ്യുകയും അത് ഭയങ്കര സക്സസ് ആയതിനു ശേഷമുള്ള ഇൻ്റർവ്യൂവിൽ ഓരോരുത്തർ ചോദിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് അതിനെക്കുറിച്ചൊരു ബോധം വരണ പോലും. ഏത്
എന്നെങ്കിലും ഓർത്തിട്ടുണ്ടോ ഇങ്ങനെ നടനാവും നായകനാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അത് അത്രയും വലിയ സംഭവം ഇല്ലാത്തൊരു കാര്യമായിരുന്നു മനസ്സിലാ. അപ്പൊ അങ്ങനെ ഒരു സംശയം എന്റെ ചുറ്റുപാടുള്ളവരോ ഓക്കെ, ഇതിന് വന്നതിന് ശേഷമാണ് നമുക്ക് അങ്ങനത്തെ തോട്ട്സ് വരുന്നില്ല, ഒരു ഡൗട്ട് കൈൻഡ് ഓഫ് ആളുകളുടെ ചോദ്യം എന്നെ നേരിട്ട് അറിയാത്ത ആൾക്കാരാണല്ലോ ഇങ്ങനെ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്നെ അറിയണവർക്കൊക്കെ അറിയാം ഞാൻ എന്തായാലും നടൻ അങ്ങനെ എന്നെ ഫീഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. എന്റെ മനസ്സുകൊണ്ട് ഞാൻ അന്നേ ഫിക്സഡ് ആണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അല്ല അതുകൊണ്ടാണ് അന്നും ഇന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റണത്. ചെറുതും വലുതുമായ വേഷങ്ങൾ നമ്മള് നന്ദി എന്താ പറയാ, അതിന് നമ്മൾ നന്ദി പറയേണ്ടത് എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നവരോടും എൻ്റെ കൂട്ടുകാരോടും എൻ്റെ മാതാപിതാക്കളോടും ഒക്കെയാണ്. കാരണം അവരൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫീഡ് അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അതിലൊരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കാനുള്ളൊരു സാധനം ഞാൻ എടുത്തിട്ടില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മളതിലേക്ക് കയറിയിട്ടില്ല. എൻ്റെ തലയിലേക്ക് അത് കയറിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. അത് ഭയങ്കര നല്ലതാണല്ലോ ചെറുപ്പത്തിൽ. നമുക്ക് ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എന്തായാലും അതിലേക്ക് നമ്മൾ പോകും. ഇപ്പോൾ തിരക്കഥ എഴുതി തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ ഇപ്പം അമർ അക്ബർ അന്തോണിയാണെങ്കിലും യമണ്ടൻ പ്രേമകഥ, അതിനകത്തൊക്കെ അതിനകത്തുള്ള നായകരുണ്ടല്ലോ. ഇപ്പം ഇന്ദ്രജിത്ത്, ജയസൂര്യ, പൃഥ്വിരാജ്, പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ദുൽഖർ സൽമാൻ. അതിനിടയ്ക്കുള്ള മറ്റ് സിനിമകളിലൊക്കെ നിങ്ങളുടെ എഴുതിയ തിരക്കഥയിൽ മറ്റ് സ്റ്റാറുകൾ അഭിനയിച്ചതിൻ്റെ പറയുന്നത്, അവരൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിക്കുന്ന സിനിമകളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഈ മാസ് പരിവേഷമുള്ള വേഷങ്ങൾക്ക് ഇടയിലാണ്. ഇപ്പോൾ പൃഥ്വിരാജിന്, ഇന്ദ്രജിത്ത്, ജയസൂര്യ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ദ്രജിത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ പൃഥ്വിരാജിന് അത്രയും കോമഡിയിലൊക്കെ കാണുന്ന അവിടെയായിരുന്നു. അതന്നെ യമണ്ടൻ പ്രേമകഥയിൽ, അതിൽ സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഇൻ്റർവ്യൂസിലും നമ്മൾ ദുൽഖർ സൽമാൻ ഭയങ്കര ഫ്രീ ആയിട്ട് എൻ്റെ ഉമ്മ പണിക്കൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കലുണ്ട് തുടങ്ങി. അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ സ്റ്റോറി എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഈ അഭിനേതാക്കളെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഫ്രീ ആയ ഒരു കോമഡി റോളിൽ പ്ലേസ് ചെയ്ത് കാണിക്കണം, അതൊരു സിനിമയ്ക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും, അങ്ങനെ ആലോചിച്ചിട്ടാണോ ആ കഥകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്? അതോ പിന്നെ ഞങ്ങൾ ആദ്യം അമർ അക്ബർ അന്തോണി എഴുതുമ്പോൾ ഞങ്ങളെ വെച്ചിട്ട് എഴുതിയത് കൊണ്ട് അതങ്ങനെ ആയതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെ വെച്ച് എഴുതിയ സാധനം ഇപ്പൊ ബിബിൻ പറയാനുള്ളൊരു ഡയലോഗ് അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്ററിലൊരു തമാശയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതുന്നത് അത് പൃഥ്വിരാജിനെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴാണ് അത് ഫ്രഷ് ആയത്. നമ്മൾ പൃഥ്വിരാജിനെ വെച്ചിട്ടാണ് അത് പ്ലാൻ ചെയ്തെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ എഴുതില്ല. ചിലപ്പോൾ പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ടോയ് കാർ ഓടിച്ച് പിള്ളേരെ കയറ്റി നടക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പൃഥ്വിരാജിനെ വെച്ച് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എഴുതാൻ നമുക്ക് തോന്നില്ലായിരിക്കും. പക്ഷെ അത് വർക്കായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ളൊരു ഐഡിയ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നീട് അവരോട് പറയുമ്പോഴാണെങ്കിൽ, അവരോട് സീൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴാണെങ്കിൽ, നറേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് കേൾക്കണതും അപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഒരാഴ്ചയൊക്കെ ആണെങ്കിലും ഷൂട്ടിന് അത്രയും സഹകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുമ്പോൾ ഇവർ ചിരിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാം അത് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പ് എടാ ഇതെങ്ങനെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ എന്നിട്ട് ആ ഇത് വെച്ച് എന്നെ എന്നിട്ട് ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു പുള്ളി. രാജേട്ടൻ പക്ക കൊച്ചി ഭാഷ ആക്കി പറയും പുള്ളി. എന്താണ് പോണേടാന്നൊക്കെ ചോദിക്കുന്നോട്. ഇപ്പം ദുൽഖറിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? ദുൽഖറിന് അതിൽ ഫ്രീ, ഐ മീൻ അവന് ശേഷമുള്ള അഭിമുഖങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, രസമായിട്ടാണ് ആൾ സംസാരിക്കുക. എന്നാലും നിങ്ങളുടെ ഒരു ടീമിന്റെ കൂടെ ഇപ്പം ബിബിനും വിഷ്ണുവും ദുൽഖർ ഇരുന്നിട്ടുള്ള ആ ഒരു നിങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ സിനിമയുടെ എക്സ്പീരിയൻസ്, അതിനകത്താണ് ഭയങ്കര ഫ്രീ ആയിട്ട് ആള് സംസാരിക്കുന്നത് കണ്ടത്. അപ്പൊ ആളായിട്ട് ഈ സിനിമ ലൈക്ക് ചെയ്ത് തുടങ്ങുന്ന മൊമെന്റിൽ തന്നെ നമുക്ക് കണക്ട് ആവുമല്ലോ ചില ആൾക്കാരായിട്ട്. അങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയിരുന്നോ നിങ്ങൾ സിനിമ അല്ലെങ്കിൽ ഫുള്ള് ചെയ്തതിന് ശേഷം നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു നമ്മള് ഈ മമ്മൂട്ടിയുടെ മകൻ അങ്ങനെ ഇതൊക്കെ മാറി അല്ല നമുക്ക് ആ ഒരു ഇതിലാണ് നമ്മൾ ആദ്യം നറേറ്റ് ചെയ്യാൻ ചെല്ലുന്നത് പോലും. പറയുമ്പോഴും പുള്ളിയുടെ അടുത്ത് അപ്പൊ പുള്ളിയും ഇങ്ങനെ ആന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടിരിക്കുമ്പോ നമുക്ക് ടെൻഷനായിരുന്നു ആദ്യം. പക്ഷെ അതില് ഒരു ഞങ്ങളേറ്റവും പേടി ഉണ്ടായിരുന്നൊരു അതിലെ ഹീറോയിന്റെ ക്യാരക്ടർ ലാസ്റ്റ് മരിച്ചു പോയി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇവര് അന്വേഷിച്ചൊക്കെ നടന്ന് ഇയാൾ ലാസ്റ്റ് കണ്ടെത്തുമ്പോ ഇവര് മരിച്ചു പോയതാന്ന് അറിയുമ്പോ പുള്ളി അതെങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. ഇതിലെ തമാശ സീനുകളൊന്നും കേട്ടിട്ട് അങ്ങനെ പുള്ളി ചിരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കേട്ടപ്പോ പുള്ളി ഒരു ചിരി ചിരിച്ച് ഞാൻ ഓർത്ത് പോയി. ഇത്ര സീരിയസ് ആയി പുള്ളി ഒറ്റ ചിരി ചിരിച്ചത് അയ്യോ പണി പാളിയോന്ന് കരുതി പുള്ളി. എന്നിട്ട് പുള്ളി പറഞ്ഞത് അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സന്തോഷമായി. പുള്ളിക്ക് അത് ഇഷ്ടമാണ് ചെയ്തത്. എന്നിട്ട് നമ്മളത് പിന്നീട്
കുറച്ചും കൂടി അഡീഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ കറക്ഷൻസ് ഒക്കെ ചെയ്തു. പുള്ളി പറഞ്ഞ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ അത് പുള്ളി പിന്നീട് പറയുകയും ചെയ്തു. നമ്മളിങ്ങനെ എന്തെങ്കിലും സജഷൻ പറഞ്ഞാലും ആരും ചെയ്യാറില്ല അത്, നിങ്ങളത് ചെയ്തതിൽ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയും. പിന്നെ പുള്ളി എപ്പോഴും സംസാരിക്കുമ്പോൾ പുള്ളി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. ആ ഒരു ഇത് പുള്ളിക്ക് എപ്പോഴും ഉണ്ട്. ആരോട് സംസാരിക്കുമ്പോഴും അത് ഉണ്ടാവും, നാച്ചുറലി ഉള്ളതാണ്. നമ്മൾ സംസാരിച്ച പുള്ളി ലോക്കലായിട്ടുള്ളതാണ്. പിന്നെ പിന്നെ അതില് പക്ക നമ്മള് ഉദ്ദേശിച്ച അതേപോലെ തന്നെ പുള്ളി പെർഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു സത്യം പറഞ്ഞ. DQ അത്രയും ഇത് എന്താ പറയാ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങളായിട്ട് ഇരുന്നുള്ള ആ ഇന്റർവ്യൂവിലും ഇപ്പോൾ പറഞ്ഞ പോലെ അത്രയും എന്താ പറയാ കാഷ്വൽ ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. ഇപ്പൊ ഈ സിനിമ പ്രൊഫഷനായിട്ട് എടുക്കേണ്ട ഒരു കാര്യം പറഞ്ഞല്ലോ, അപ്പൊ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ റോളുകൾ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ സിനിമകൾ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെയൊക്കെ? അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, അതൊരു സത്യം. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ, സ്വപ്നങ്ങളൊക്കെ കാണാമല്ലോ. സ്വപ്നങ്ങൾ നല്ല സിനിമകൾ ചെയ്യാം, എന്താ പറയുക പെർഫോമൻസസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു വരുമ്പോഴാണ് നമ്മളും അപ്ഡേറ്റഡ് ആവണം. അങ്ങനെ കുറേ സിനിമകൾ ചെയ്യണം, സിനിമയിൽ തന്നെ ആയിരിക്കണം, സിനിമയായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കണം എന്നുള്ളതാണ്. സിനിമ സംവിധാനം എന്നുള്ളൊരു ആഗ്രഹം. അത് ഞാനൊരു ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂസിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ സിനിമേനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയ ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ച ഒരു ആഗ്രഹമാണ് അത്. പക്ഷെ ഇപ്പോൾ അതും സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നു. ഒരു മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പം ഇനി ആ ഒരു മേഖലയിൽ മഹാവീരൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഷൈൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അതൊരു ലൈനായിട്ട്. അപ്പം ഇതെല്ലാം കൂടി സിനിമ എന്നുള്ളൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രാഫ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആർട്ടുമായിട്ട് കൂടെ നിൽക്കണം എന്നുള്ളതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ ഇപ്പോ സംവിധാനവും ചെയ്തിട്ടുണ്ട്, കഥ എഴുതി, തിരക്കഥ എഴുതി, അഭിനയിച്ചു, നായകനായി, പാട്ടുപാടി, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി പ്രൊഡ്യൂസറും ആയി. ഇപ്പോ ഇനി സിനിമയിലെ ഏത് മേഖലയാണ് കൈവയ്ക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളത്? ഇനി ഇന്റർവ്യൂ ചെയ്യണമെന്നുണ്ട്, ചെയ്യണം എന്നല്ലേ ഇവിടെ ഇരുന്നിട്ടല്ലേ? ഇത് കുറച്ച് സുഖമാണെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, സിനിമയിൽ ഇനി എന്നാലും വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ശരിക്കും? അല്ല, ഇതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒറ്റ പ്ലാൻ ഉണ്ടായിരുന്നുള്ളു, അഭിനയിക്കാൻ തന്നെയാണ്. അതാണ് നമ്മുടെ ചെറുപ്പം തുടങ്ങിയുള്ള ആഗ്രഹവും ഇപ്പോഴും അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതിനു വേണ്ടിയുള്ള അഭ്യാസങ്ങളാണ് ഇതെല്ലാം. കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങള് അത് നമ്മുടെ ഓരോ ചുറ്റുപാടുകളും അതും ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കുമാണ് അങ്ങനെ ആവണത്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യണതല്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആവുകയും ഇതിന് നല്ല നിർമ്മാതാക്കളായിട്ട് നമ്മളെ സുഹൃത്തുക്കളായ ഷഫീഖ്, സുബൈർ, റൈസ് എന്ന് പറഞ്ഞ കണ്ണൂരുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാനും ശ്രീചേട്ടനും ഞങ്ങളും പ്രൊഡ്യൂസേഴ്സ് ആവുകയാണ് ഇതിലൂടെ. ഞങ്ങളും കൂടി അത് ഒരു പ്രൊഡക്ഷൻ എന്നുള്ള നിലയിലേക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു പടമാണെന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങളും കൂടി അതിൽ പാർട്ടാവുകയാണ്. ഇപ്പം ലിജോ പല്ലിശ്ശേരിയുടെ കൂടെയാണ് തുടക്കം. അതൊരു സ്കൂളിൽ തന്നെ ആളുകൾ പറയുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുടെ പടങ്ങളിൽ പാചകജാന്തരത്തിലും അങ്ങനെ വന്നു. അപ്പോൾ ആ ഒരു സ്കൂളിന്റെ കൂടെ അതിനകത്ത് പഠിച്ച ഒരു ആളുകളുടെ കൂടെയൊക്കെ അഭിനയിച്ചിരുന്നു. അതിൽ നിന്നുള്ളൊരു ഏറ്റവും ബെസ്റ്റ് ഒരു എന്താ പറയുക ഒരു ലേണിംഗ് എന്തായിരിക്കും ആ 2 സിനിമകളിലൂടെ അഭിനയിച്ചത് എന്നുള്ള? സിനിമ എന്നുപരി വ്യക്തിയാണെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യം ജെന്യുവിനായിട്ടിരിക്കുക. നമ്മൾ പ്രൊഫഷനായിട്ട് കാണാം, ബാക്കിയെല്ലാം അതായിട്ട് കാണാം. ഒരിക്കലും അത് രണ്ടുമായിട്ട് മിക്സ് ചെയ്യരുത്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ലിജോ ചേട്ടൻ്റെ കുറേ പഠിക്കാനുണ്ട്. അവർ കാണിച്ചു തരും, നമ്മളങ്ങോട്ട് ചെയ്താൽ മതി. ഈ ആളുടെ ഒരു ഡയറക്ഷൻ എങ്ങനെയാ? ലൈക്ക് ഇങ്ങനെ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരാണോ? അങ്ങനെയല്ല, നമ്മളടുത്ത് പറഞ്ഞോളാൻ പറയും. എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പുള്ളി അത് വന്ന് കാണിച്ചു തരും. ഒരു കോമഡിയാണ് കാണിക്കേണ്ടെങ്കിൽ പോലും അത് പുള്ളി മൊത്തിട്ട് കാണിച്ചു തരും. മനസ്സിലായ? അപ്പോൾ നമുക്ക് സിമ്പിളാണ് കുറച്ചും കൂടി. പാപ്പച്ച നേരെ തിരിച്ചാ, നമ്മൾ കാണിച്ചു കൊടുത്ത് എടാ വേറെ ദിവസം നാട് വേണോടാ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് കാണിച്ചു കൊടുത്ത് അത് പോരാടാ എന്ന് പറയുമ്പോൾ വീണ്ടും കാണിച്ചു കൊടുത്ത് അങ്ങനെ വേണം പുള്ളി.
വിഷ്ണുവിന്റെ ഒരു സംവിധാന സ്റ്റൈൽ എങ്ങനെയാ? ആളുകളോട് എങ്ങനെയാ ആക്ടേഴ്സിനെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ കോമഡി വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണെങ്കിലും എങ്ങനെയാണ് അവരുടെ ഒരു കംഫർട്ട് സോണിൽ എത്തിച്ച്? ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളൊരു ഡയറക്ടറുടെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഒരു സ്റ്റൈലോ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ ഇതുണ്ട്. ഞാൻ കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയേക്കണതുകൊണ്ട് എനിക്കങ്ങനെ പലരിൽ നിന്നും പലതും ഞാൻ പഠിച്ചിട്ടുണ്ട്, എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു രീതി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് നമ്മൾ ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ ആക്ടേഴ്സിന് ഏറ്റവും ആസ് ആൻ ആക്ടർ എനിക്ക് എപ്പോഴും കംഫർട്ടായിരിക്കുന്നത്, എനിക്കെപ്പോഴും എങ്ങനെ ഒരു ഫീഡ് കിട്ടുന്നതാണ് ഞാൻ സിനിമയിൽ എപ്പോഴും എനിക്ക് അഭിനയിക്കാൻ ഏറ്റവും നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റാന്നൊരു ബോധം എനിക്കുണ്ട്. അതാണ് ഞാൻ എപ്പോഴും കൊടുക്കാൻ നോക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളെ പടത്തിൽ അഭിനയിച്ചവർക്കൊക്കെ അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത്. അത് അവരിൽ നിന്ന് ബെസ്റ്റ് എടുക്കാൻ പറ്റിയത് അത് മെയിൻ ഒരു ഫാക്ടറാണ് കേട്ടോ. കാരണം ഒരു ഡയറക്ടർ ഇപ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മൈക്കെടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഉള്ള ഗ്യാസ് പോകും. ആ ടൈമിലൊന്ന് രസമായിട്ടൊന്ന് സംസാരിച്ചാൽ അത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. രസവും. പിന്നെ ഇടിയൻ ചന്തുവിൽ നമ്മൾ ട്രെയിലറിലും അല്ലെങ്കിൽ പോസ്റ്ററിലൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം അയ്യം വിജയനടക്കമുള്ള ഭയങ്കര താരങ്ങൾ അല്ലാതെ തന്നെ ഭയങ്കര ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ലുക്കപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതല്ലാതെ ഈ സിനിമയിൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പറയാനുണ്ടോ? അതെന്താണെന്നൊന്നും പറയാണ്ട്, ചിലപ്പം സർപ്രൈസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ ഇത് നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണെന്ന് പറയാനുണ്ടോ നിങ്ങളുടെ 3 പേരുടെ അല്ലാതെ? എല്ലാവർക്കും സ്പേസ് ഉണ്ട് അല്ലേ? ഗോപീഷ്ണന്റെ പറഞ്ഞ പോലെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തിരികെ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഗോപീഷ്ണൻ. ഗോപീഷ്ണൻ തിരികെ മൂവി മനസ്സിലായി. ഇപ്പൊ അമീർ ഖാന്റെ കൂടെ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഗോപീഷ്ണൻ ഇതിലൊരു നല്ല വേഷം ചെയ്യുന്നുണ്ട്, ജയശ്രീയുടെ ബ്രദറായിട്ട്. ഗോപീഷ്ണൻ എന്തായാലും ഈ സിനിമ ചെയ്യുമ്പോൾ എല്ലാവർക്കും അപ്പം ഇടിയൻ ചന്തു ഭയങ്കര ഒരു രസമുള്ള ഒരു സിനിമയായിട്ട് ആളുകൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് വരട്ടെ. അപ്പോൾ എൻ്റെ ടീമിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.